ടേക്ക് എ വീഡിയോ. അപ്പോൾ നമ്മൾ ഇപ്പം മേട്ടുപ്പാളയത്തോട്ടുള്ള യാത്രയാണ് ഊട്ടിയിൽ നിന്ന്. അപ്പോഴത്തെ ഒരു വിശിഷ്ട വ്യക്തിയെ എൻ്റെ മനസ്സിന് ഞാൻ ചങ്കായിട്ട് കൊണ്ടുനടക്കുന്ന ജവാന്മാരിൽപ്പെട്ട ഇപ്പോൾ കാശ്മീരിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഒരു ജവാനാണ് ഈ നിൽക്കുന്നത്. പേര് സുരേഷ് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ഊട്ടി റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ ആ തമിഴ്നാട് ഒരു കൾച്ചറിലുള്ള ആ മീശ ഉണ്ടല്ലോ, അത് കണ്ടാൽ നമുക്കറിയാമല്ലോ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ബോർഡറുകളിലുള്ള ആളുകളുടെ ആ മീശ അത് കണ്ട അദ്ദേഹം വളരെ വളരെ ജോളിയാണ് കേട്ടോ. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലൊക്കെ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പതിയെ ഉൾക്കാട്ടിലോട്ട് കയറുകയാണ്. പ്ലാവിൻ്റെ ഒക്കെ ഇതൊക്കെ കാണുന്നു. കാട്ടുപോത്ത് ഇഷ്ടം പോലെ കാണില്ല. കരുതിയിട്ടുള്ള ഇങ്ങനെ ചെല്ലുമ്പം ആനക്കുടന്മാർക്ക് വരുന്നതാണ് പ്രശ്നമാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ആനൊക്കെ കാണും. കാണില്ല, അതിൻ്റെ അടിയിൽ കാണും. കയറി വരുമ്പോൾ ഞാൻ തള്ളിക്കൊണ്ട് വന്നുകൊണ്ട് എനിക്ക് കുറേ നേരം കാണാൻ പറ്റും. ഇത് കാട്ടുപോത്ത് ഇറങ്ങുന്ന വഴിയാണ്. അതെ, ഇന്നലെയും കൂടി ഇറങ്ങി വന്നിട്ടുള്ള വഴിയാണ് കാണുന്നത്. അവരെങ്ങാനും ഇപ്പോൾ ഒരാളിന്ന് ഇറങ്ങി വന്നാൽ ഈ കാർ കിടക്കുന്നവരെല്ലാം ഇട്ടിട്ട് ഓടുന്നതാണ്. പക്ഷെ ഇവിടെ എസ്റ്റേറ്റാണ് കേട്ടോ, റൈറ്റ് സൈഡ് എസ്റ്റേറ്റാണ്. മുകളിൽ വീടുകളൊക്കെ ഉണ്ട്, കോട്ടേജുകൾ. നീലഗിരിയുടെ സഖികളെ പ്രഭാതം 8194. ചെളിവെള്ളം ചെളിവെള്ളം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും വെള്ളമില്ലായിരുന്ന നീർച്ചാലുകളിലൊക്കെ നല്ല വെള്ളം വരവായി. പക്ഷേ
ക്ലിയർ വെള്ളമല്ല, കാരണം ഇപ്പോൾ പുതുമഴ ആയതുകൊണ്ട് മൊത്തം ചെളിവെള്ളമാണ് വരുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ വാട്ടർ ആവും. ഇപ്പോൾ ചെളിവെള്ളമാണ്. ചെളിവെള്ളം മാത്രമല്ല, മേളിൽ നിന്നുള്ള സർവ്വ വേസ്റ്റും ആ നദി കൂടിയാണ് ആദ്യം ഒഴുകി വരുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ആരും ഇവിടുത്തെ ഈ ഭാഗത്ത് വരുന്നവർ ദയവായിട്ട് ഈ നദികളിലൊന്നും ഇറങ്ങാതിരിക്കുക. കാരണം ഊട്ടി തൊട്ടുള്ള സർവ്വ വേസ്റ്റും ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ ഒഴിക്കുന്ന കണ്ടിട്ട് സങ്കടമുണ്ട്. കാരണം അവർക്ക് വേറെ മാർഗ്ഗമില്ല. അത് മുഴുവൻ ഈ നദിയിൽ കൂടി ഒഴുകി വരും. ചെറിയ തണുപ്പുണ്ട്, എന്നാലും ഫ്രീയായിട്ട് ഇങ്ങനെ നമ്മുടെ ആവശ്യം വരുന്നില്ല. ആവശ്യമേ ഇല്ല. 28 കിലോമീറ്ററോളം ഇരുന്ന് പോയാൽ മതി. പക്ഷേ എൻ്റെ മൊബൈൽ അത്ര സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും എടുക്കാത്തത്. ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞത് കാര്യം മോശമായിപ്പോയി. പുലി നിന്നാലും വേണ്ട, അടിപൊളി കാഴ്ചയല്ലേ. ഒരു വണ്ടി കയറി വരുന്നത്. അപ്പോഴത്തെ ഈ കട്ടേരി ഭാഗത്തിൻ്റെ ഒരു മനോഹര കാഴ്ചയാണ് ഇത് കണ്ടോ. ഈ മല ഈ കല്ലുകൊണ്ട് അങ്ങ് എഡ്ജിൽ തീരുകയാണ്. ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടിയല്ല. അതുപോലെ തന്നെ താഴെ കൂടിയാണ്. പതിയെ പോടാ, അത് വെള്ളം കുടിക്കട്ടാ. ആ കുടിച്ചോ. ആ വേണ്ട, താഴെ നിന്ന് വണ്ടികൾ കയറി വരുന്ന കാണാം. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും കണ്ട ആ ഒരു മലനിരയാണ്. അത് ഫുള്ളിപ്പം കോട കയറി ഒന്നും കാണാത്ത പരുവത്തിലായിട്ടുണ്ട്. കോട മഞ്ഞാണ്. ഇവിടെ നമുക്ക് വണ്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ ലൈൻ ഇതാണ്, ആദ്യത്തെ ലൈൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഹെയർ പിന്നിലോട്ട് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് താഴെ മൂന്നാമത്തെ ഹെയർ പിന്നിൽ കൂടെ വണ്ടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഇറങ്ങി വേണം ഞാൻ പോകാൻ. അങ്ങ് ദൂരെ ചെന്ന് ഇതെല്ലാം തള്ളിക്കയറ്റി വന്നതാണ്. കിലോമീറ്ററുകളാണ് നമ്മൾ തള്ളിയത്. അതും കുത്തനെയുള്ള കയറ്റങ്ങളത്തെ ഇതുണ്ട്. ഇപ്പോൾ കോടമഞ്ഞ് മാറിയപ്പോഴത്തേനും ആ മലനിരകളിൽ ആ പാറയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടികൾ കയറി വരുന്നതൊക്കെ കണ്ട് നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. ഇവിടെ ഒരു വാഗ പൂത്ത് നിൽപ്പുണ്ട്. നമ്മൾ കയറിപ്പോയപ്പോൾ കണ്ട വാഗ. അപ്പോൾ ശരി, നമുക്ക് പതിയെ യാത്ര തുടരാം.
ഇപ്പോഴത്തെ നമ്മളങ്ങനെ താഴോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ബ്രേക്കൊക്കെ തീരെ കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത്ര നേരം ഉറഞ്ഞപ്പോഴത്തേക്കും ബ്രേക്കൊക്കെ കുറഞ്ഞു. പിന്നെ ഈ ആൾക്കാരുടെ റഫ് ഓടിയതാണ്. കാരണം ചുരം കയറാൻ അറിയാൻ മേലാത്ത ആൾക്കാരാണ് മോസ്റ്റ്ലി ഇവിടെ വരുന്നത്. അതുകൊണ്ടൊരു വണ്ടി മേളിൽ നിന്ന് ചുരം ഇറങ്ങി വരുമ്പം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവർ ആ ബുദ്ധിമുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. ചുരത്തിൽ സ്ഥിരം ഓടിക്കുന്ന ആൾക്കാർ അവരെ ചീത്ത വിളിക്കുന്നതൊക്കെ കേൾക്കാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരെല്ലാം ചുരത്തിൽ വണ്ടി ഓടിച്ചിട്ടല്ല ഈ ടൂറിസ്റ്റ് മേഖലയിലോട്ട് വരുന്നത്. അവർ വരുന്നതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർക്ക് തിന്നാനും കുടിക്കാനും കിട്ടുന്നത്. അതുകൂടെ വിചാരിക്കണം. മറ്റ് ഡ്രൈവർമാർ മാത്രമല്ല രാജാക്കന്മാരെന്നുള്ള ചിന്ത വേണം. സ്ഥിരമായിട്ട് ചുരത്തിൽ കളിക്കുന്നവന്മാർ നാട്ടിലും വീട്ടിലും പോകുന്നവന്മാരെ പോലെയാണ്. ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തിട്ട് വല്ലപ്പോഴും ചുരം കയറാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നാട്ടിൽ ജീവിച്ചിട്ട് വല്ലപ്പോഴും കാട് കയറാൻ വരുന്നവർ, എന്നും കാട്ടിൽ താമസിക്കുന്നവർ തുല്യമല്ലല്ലോ. അപ്പോൾ ചിന്തിക്കുക, ചെറിയ പറയും മുമ്പ് ആലോചിക്കുക. ഇവിടെ വെച്ചാൽ നമ്മളൊരു കാട്ടീനെയും കുറച്ച് മാനിനെയൊക്കെ കയറി പോകുമ്പോൾ കണ്ടത്. ഇവിടെയല്ല, ഇവിടുന്ന് പിന്നെ താഴെ ഇറങ്ങുന്നതല്ലേ. മുകളിലൊക്കെ ഒരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ കൊണ്ടുപോയി പണിതിട്ടുണ്ടേ എൻ്റെ മണ്ടയിൽ. അതിലെങ്ങനെ വഴി വന്നു ദൈവത്തിനറിയാം. സായിപ്പുമായ നിർബന്ധിത പരിപാടി നടത്തിയതായിരിക്കും. നിർബന്ധിപ്പിച്ച് പണിയെടുപ്പിച്ചതായിരിക്കും. ബ്രേക്ക് കേബിൾ നന്നായിട്ട് ലൂസായിപ്പോയി. ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്കിലാണ് പകുതി ഇറങ്ങുന്നത്. ഈ ഇറക്കം പകുതി ഇറങ്ങിയത് ഫ്രണ്ട് ബ്രേക്കിലാണ്. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്.